നമസ്കാരം. വർഷ അക്കൗണ്ടിംഗ് ഇംപ്രൂവ്മെൻ്റ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇംപ്രൂവ്മെൻ്റ് ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. ഏകദേശം കുറേ ദിവസങ്ങളായി നമ്മൾ ഇംപ്രൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് അടുക്കുകയാണ്. സിലബസിൽ പ്രോബ്ലങ്ങൾ വരുന്ന ചാപ്റ്ററുകളുടെ ഏറ്റവും അവസാന ചാപ്റ്ററാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അല്ലെങ്കിൽ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ചാപ്റ്റർ 1 മുതൽ 10 വരെയുള്ള എല്ലാ ചാപ്റ്ററുകളെയും പ്രധാനപ്പെട്ട ഏരിയകളെല്ലാം തന്നെ നമ്മൾ വിവിധ ക്ലാസ്സുകളിലൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ടുള്ള പ്രോബ്ലങ്ങൾ വരുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുമായി ബന്ധപ്പെട്ട ഡിസ്കഷന് വേണ്ടിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ ആളുകൾക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഏരിയയാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ നിന്നും ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യനുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പറയുകയാണെങ്കിൽ സിംഗിൾ എൻട്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വിശദീകരിക്കേണ്ടി വരും. ഇംപ്രൂവ്മെൻ്റ് ക്ലാസ്സിലിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം എന്താണ് സിംഗിൾ എൻട്രി എന്നും അതുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സുകളും ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ കഴിഞ്ഞ വർഷം ഡിസ്കസ് ചെയ്തതാണല്ലോ. അപ്പോൾ അത്തരമൊരു വിശദമായിട്ടുള്ള ഒരു ഡിസ്കഷന് നമുക്ക് സമയം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളതിലേക്ക് കടക്കുന്നില്ല. ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യനുകൾ മാത്രം നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആദ്യം എന്താണ് സിംഗിൾ എൻട്രി എന്നൊന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് സിംഗിൾ എൻട്രി അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ വർഷം ഡിസ്കസ് ചെയ്തുവല്ലോ. അതായത് റെക്കോർഡിങ്ങിനായിട്ട് പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന ഏറ്റവും പഴയ മെത്തേഡാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന മെത്തേഡാണ്. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന മെത്തേഡാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതായത് ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഈ ഡബിൾ എൻട്രി സിസ്റ്റം എല്ലാം വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആദ്യകാലങ്ങളിൽ റെക്കോർഡിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന മെത്തേഡാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ മെത്തേഡിൻ്റെ പ്രത്യേകത ഓരോ ഇടപാടും ഒറ്റ തവണ മാത്രമാണ് രേഖപ്പെടുത്താറുള്ളത്. ഓരോ ഇടപാടുകളും ഒറ്റ തവണ മാത്രമാണ് രേഖപ്പെടുത്താറുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്താൽ പർച്ചേസ് എന്ന് പറഞ്ഞ് എഴുതും. അതേ സാധനം ഡബിൾ എൻട്രിയിലാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് വിശദമായിട്ട് എഴുതും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ആഴത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തൽക്കാലം ഇത്ര മനസ്സിലാക്കാൻ ഏറ്റവും പഴയ റെക്കോർഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന മെത്തേഡാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഈ മെത്തേഡ് പ്രകാരം ഓരോ ഇടപാടുകളും വൺസ് റെക്കോർഡിംഗ് ആണ്, ഒറ്റ തവണ മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഈ മെത്തേഡിന് ഒരുപാട് പോരായ്മകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു മെത്തേഡ് ഇന്ന് യൂസ് ചെയ്യുന്നില്ല. പകരം ഇന്ന് നമ്മൾ കുറച്ചും കൂടി കംപ്ലീറ്റഡ് ആയിട്ടുള്ള വിശദമായ എല്ലാ ആളുകൾക്കും വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഡബിൾ എൻട്രി സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇതിനെ സർക്കാർ ടാക്സ് അതോറിറ്റി ഇതിനെ അംഗീകരിക്കുന്നില്ല എന്നതാണ്. ഏതെങ്കിലും സ്ഥാപനത്തിന് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം കണക്കുകളൊക്കെ എഴുതി കഴിഞ്ഞാൽ ആ കണക്കുകൾ ഉപയോഗിച്ച് ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് ടാക്സ് എടുക്കാനോ മറ്റു ഓഫീസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് അംഗീകാരമില്ലാത്തൊരു മെത്തേഡാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യനുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. നമ്മൾ പഠിക്കുന്നത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡ്യൂറിങ് ദി ഇയർ. ഒരു വർഷത്തെ ലാഭനഷ്ടം, സിംഗിൾ എൻട്രി മെത്തേഡിലെ ലാഭനഷ്ടം എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിവിടെ കാണാം, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കാണും നിങ്ങൾക്ക്. ജയ ബ്രദേഴ്സ് ഈസ് എ സോൾ ട്രേഡർ. ഒരു സോൾ ട്രേഡറാണ് ജയ ബ്രദേഴ്സ്. ഹു ഇൻവെസ്റ്റഡ് ₹10,000 ഓൺ 1/1/2012. 2012 ജനുവരി 1-ന് 10,000 രൂപ ഇവർ ഇൻവെസ്റ്റ് ചെയ്തു ബിസിനസ്സിൽ. ആൻഡ് ദി സെയിം വാസ് ഫൗണ്ട് അറ്റ് 18,000 അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ട് ഇയർ. ഈ
ഇൻവെസ്റ്റ് ചെയ്ത 10,000 രൂപ വർഷത്തിൻ്റെ അവസാനമായപ്പോൾ 18,000 ആയിട്ടുണ്ട്. അതായത് ഇത് തുടക്കത്തിലുള്ള ക്യാപിറ്റൽ, ഇത് ലാസ്റ്റിലുള്ള ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും, ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും. He also withdraw rupees 6,000 for his private use. 6,000 രൂപ ഇദ്ദേഹം പേഴ്സണൽ യൂസിന് വേണ്ടി പിൻവലിക്കുന്നു. അസർട്ടൈൻ ഹിസ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ. നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇയാളുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. ആവശ്യപ്പെട്ടൊക്കെ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റലുണ്ട്, ക്ലോസിംഗ് ക്യാപിറ്റലുണ്ട്, വിഡ്രോ ചെയ്ത എമൗണ്ട്. അങ്ങനെ വിഡ്രോ ചെയ്ത് പ്രൈവറ്റ് യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെയല്ലേ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പഠിച്ചിട്ടുള്ളത്. ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. നമ്മളോട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ എങ്ങനെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതാണ് അതിനുവേണ്ടി ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ. അപ്പോൾ ഇത് എങ്ങനെ വരയ്ക്കുക? 2 കോളങ്ങളാണ്. ഒരു പർട്ടിക്കുലർ കോളം, ഒരു എമൗണ്ട് കോളം. പർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം. പർട്ടിക്കുലർ കോളത്തിൽ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്. ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്, വർഷാവസാനമുള്ള ക്യാപിറ്റൽ. ഞാൻ അതിൻ്റെ ഫോർമാറ്റ് മുന്നേ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് കഴിഞ്ഞ വർഷം. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. നമുക്കതിൻ്റെ പ്രോബ്ലങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫോർമാറ്റ് ക്ലിയർ ആയിക്കോളും. അപ്പോൾ ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതണം. ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്. അതിവിടെ തന്നിട്ടുണ്ടല്ലോ 18,000. എന്നിട്ട് എഴുതി. ആഡ് ഡ്രോയിങ്സ് അവിടെ തന്നിട്ടുണ്ടല്ലോ 6,000. 18ഉം 6ഉം 24,000. അപ്പോൾ അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ക്ലോസിംഗ് ക്യാപിറ്റലും ഡ്രോയിങ്സും കൂടി ആഡ് ചെയ്തിടുക. താഴെ ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ തുടക്കം തന്നിട്ടുണ്ട് 10,000. അഡീഷണൽ ക്യാപിറ്റൽ വന്നത് ക്വസ്റ്റ്യനിൽ പറയാത്തത് കൊണ്ട് അത് നമ്മൾ ഒഴിവാക്കും. ഈ ടോട്ടലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യണം. അഡീഷണൽ ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ട് 24,000 നിന്ന് 10,000 ലെസ് ചെയ്താൽ ബാക്കി 14,000 നെറ്റ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദി ഇയർ, ആ വർഷത്തെ ലാഭം. ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഇൻകംപ്ലീറ്റ് മെത്തേഡിൽ അല്ലെങ്കിൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാറുള്ളത്. എങ്ങനെയാണ്? ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യും, ഓപ്പണിംഗ് ക്യാപിറ്റലും അഡീഷണൽ ക്യാപിറ്റലും ലെസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് സാധാരണഗതിയിൽ 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ കണ്ടത്. ഇനി 4 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. എങ്ങനെയാണ് അത്തരം ക്വസ്റ്റ്യനുകളെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിളാണ് തോമസ് കീപ്പ് ഹിസ് ബുക്സ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. തോമസ് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ബുക്കുകളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് സിംഗിൾ എൻട്രി മെത്തേഡ് പ്രകാരമാണ്. ഓൺ 1 April 2019 2019 ഏപ്രിൽ 1 ഹിസ് റെക്കോർഡ്സ് ഇൻഡിക്കേറ്റഡ് ദി ഫോളോയിങ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ഇയാളുടെ ബുക്കുകൾ താഴെ പറയുന്ന ഡീറ്റെയിൽസുകൾ കാണിക്കുന്നുണ്ട്. 1/4/2019 അതായത് ഓപ്പണിംഗ് ഡേറ്റും 31/3/2020 ക്ലോസിംഗ് ഡേറ്റും. ഓപ്പണിംഗ് ഡേറ്റിനുള്ള ക്ലോസിംഗ് ഡേറ്റിനുള്ള കുറേ അസറ്റുകളും താഴെ 2 ലയബിലിറ്റികളും തന്നിട്ടുണ്ട്. കുറേ അസറ്റുകളും ലയബിലിറ്റികളും തന്നിട്ടുണ്ട്. എന്നിട്ട് താഴെ പറയുന്നത് ഡ്യൂറിങ് ദി ഇയർ, ആ വർഷത്തിൽ ഹി ഇൻട്രൊഡ്യൂസ്ഡ് ₹15,000 ആസ് ഫർദർ ക്യാപിറ്റൽ. ഇയാൾ 15,000 രൂപ അഡീഷണൽ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു. ആൻഡ് വിഡ്രോ ₹400 എവരി മന്ത്. എല്ലാ മാസവും 400 രൂപ വെച്ചിട്ട് പിൻവലിക്കുന്നുണ്ട്, ഡ്രോയിങ്സ് നടത്തുന്നുണ്ട്. നമ്മളോട് പറയുന്നത് കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ഹിം ഡ്യൂറിങ് ദി ഇയർ യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫേസ് മെത്തേഡ്. ആ ഫേസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സിംഗിൾ എൻട്രി മെത്തേഡിൽ ലാഭനഷ്ടം കണ്ടുപിടിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ കണ്ടു. ഇത് ചെയ്യണമെങ്കിൽ ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റലാണ് എഴുതേണ്ടത്. ഈ തന്ന ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചിട്ട് എവിടെയും തന്നെ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടില്ല, ഓപ്പണിംഗ് ക്യാപിറ്റലും കണ്ടില്ല. സിംഗിൾ എൻട്രി മെത്തേഡിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാറുള്ളത് ഓപ്പണിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ ക്ലോസിംഗ് ക്യാപിറ്റലും തമ്മിൽ കമ്പാരിസൺ നടത്തിക്കൊണ്ടാണ്. ഈ രണ്ടും ക്യാപിറ്റലും തരാത്തത് കൊണ്ട് നമ്മൾ ആദ്യമേ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. സിംഗിൾ എൻട്രി മെത്തേഡിൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. എന്നാണ് സിംഗിൾ എൻട്രി മെത്തേഡിൽ ക്യാപിറ്റലുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അതായത് യൂഷ്വലായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ബാലൻസ് ഷീറ്റ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന പേര് വിളിക്കുക. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഇതിന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന പേരിലായിരിക്കും അറിയപ്പെടാറുള്ളത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കാം.
സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കാം. ഇതിന് ബാലൻസ് ഷീറ്റാണ് വരച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലും കിട്ടണം, ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടണം. അപ്പോൾ രണ്ട് കോളങ്ങളും കാണിക്കാം. ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് കോളം, ഇവിടെയും ഓപ്പണിങ്ങും ക്ലോസിങ്ങും. ഇനി ഇതിനകത്തുള്ള അസറ്റൊക്കെ എടുത്തിട്ട് അസറ്റ് സൈഡിൽ എഴുതാം, ഇതിനകത്തുള്ള ലയബിലിറ്റിയിൽ എഴുതാം. ബാലൻസ് ചെയ്താൽ നമുക്ക് ക്യാപിറ്റൽ കിട്ടും. വളരെ സിമ്പിളാണ്. ഓപ്പണിംഗ് ക്യാപിറ്റലും കിട്ടണം, ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടണം. അതിനുവേണ്ടി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് വരക്കും. ഇത് തന്നെയാണ് ബാലൻസ് ഷീറ്റ്, മനസ്സിലാക്കി വെക്കാം. രണ്ട് ക്യാപിറ്റൽ കാണാനുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റലും കിട്ടണം, ക്ലോസിംഗ് ക്യാപിറ്റൽ. രണ്ട് ഡേറ്റുകളും കൊടുത്തു രണ്ട് സൈഡിലും. എന്നിട്ട് ഇതിലുള്ള അസറ്റുകൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ഫർണിച്ചർ, മെഷീനറി, മോട്ടോർ കാർ. ടോട്ടൽ 7 1 by 1 ആയിട്ട് ടോട്ടൽ 7 കാണിച്ചിട്ടുണ്ടാകും. ക്യാഷ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ഫർണിച്ചർ, മെഷീനറി, മോട്ടോർ കാർ. മോട്ടോർ കാർ എല്ലാ ഐറ്റത്തിൻ്റെയും ഡബിൾ എമൗണ്ടുകളും ഉണ്ട്. എല്ലാം എമൗണ്ട് കോളത്ത് കാണിച്ചു. ഇനി താഴെ രണ്ട് ലയബിലിറ്റികൾ കാണാം. ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും. ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിൾ രണ്ട് ലയബിലിറ്റിയാണ്. ലയബിലിറ്റി സൈഡിൽ എഴുതാം, രണ്ടിൻ്റെ എമൗണ്ട് കോളത്തിൽ എഴുതാം. ടോട്ടൽ ചെയ്യാം, ഇവിടത്തേക്ക് ടോട്ടൽ രണ്ട് കോളം ടോട്ടൽ ചെയ്ത് ഇവിടത്തേക്ക് ഇടാം. പിന്നെ രണ്ട് എമൗണ്ട് ഉണ്ടല്ലോ ഇവിടെ, രണ്ട് ഐറ്റങ്ങൾ ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും. ബാലൻസ് ചെയ്യുമ്പോൾ 65,000 83,000, 65,000 83,000. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. ക്ലിയർ ആയല്ലോ? ഇത് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ഇത് ക്ലോസിംഗ് ക്യാപിറ്റൽ. എങ്ങനെയാണ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചത്? ഒരു ബാലൻസ് ഷീറ്റ് വരച്ചു, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പേര് കൊടുത്തു, അസറ്റ് ലയബിലിറ്റി, രണ്ട് ഡേറ്റും കണ്ടുപിടിക്കാനുള്ള രണ്ട് എമൗണ്ട് കോളം. ഇതിൽ അസറ്റുകൾ കംപ്ലീറ്റ് എടുത്ത് അസറ്റ് സൈഡിൽ എഴുതി വെച്ചു. ലയബിലിറ്റിയിൽ എഴുതി, ടോട്ടൽ ചെയ്തു, ഇവിടെ ലയബിലിറ്റി എഴുതി. ബാലൻസ് 65,000 83,000 ക്യാപിറ്റൽ എന്ന് പേര് കൊടുത്തു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു. തൊട്ട് താഴെ നമുക്ക് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനല്ലോ വേണ്ടത്, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണല്ലേ വേണ്ടത്. അതിനു വേണ്ടി നമ്മൾ മുകളിൽ ഉണ്ടാക്കിയ പോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണണം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ട ഈ ക്യാപിറ്റലും അതേപോലെ ഈ ക്യാപിറ്റലും കണ്ടുപിടിക്കുന്നതിന്, ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കിയത്. ഇനി പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി രണ്ടാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരച്ചു. ഫസ്റ്റ് ക്ലോസിംഗ് ക്യാപിറ്റലാണ്, അതാണ് ഇവിടെ കണ്ടുപിടിച്ചത്. രണ്ടാമത്തത് 83,000. ആഡ് ഡ്രോയിങ്സ് 400 into 12. 400 into 12 എവിടെ നിന്ന് കിട്ടി? 400 എവരി മന്ത്. കണ്ടോ? എല്ലാ മാസവും 400 വെച്ച് വിഡ്രോ ചെയ്യും. അപ്പോൾ 400 ഇൻറ്റു വർഷത്തേക്ക് 12 മാസം, 400 ഇൻറ്റു 12 4,800. ടോട്ടൽ ചെയ്തിട്ടു 87,800. താഴെ ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, അതിവിടെ കണ്ടുപിടിച്ചല്ലോ. ഓപ്പണിംഗ് ക്യാപിറ്റൽ 65,000. അഡീഷണൽ ക്യാപിറ്റൽ 15,000. അഡീഷണൽ ക്യാപിറ്റൽ 15,000. അപ്പോൾ ഈ ടോട്ടലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യും, ബാക്കി 7,800. നെറ്റ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദി ഇയർ എന്ന് പേര് കൊടുക്കും. നെറ്റ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദി ഇയർ എന്ന് പേര് കൊടുക്കും. അപ്പോൾ ഇതാണ് സിംഗിൾ എൻട്രി മെത്തേഡിൽ ഒരു ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് എക്സാമ്പിളുകളാണ് നിങ്ങളെ കാണിച്ചത്. വളരെ രണ്ട് ക്വസ്റ്റ്യനുകൾ, രണ്ട് എക്സാമ്പിൾ കാണിച്ചു. രണ്ട് മാർക്കുകൾക്ക് ചോദിക്കുന്നത്. 3 മാർക്കിനാവാം, അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്നതാവാം. ഇത് 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. 4 മാർക്കോ 5 മാർക്ക് വരെ ചോദിക്കാം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത് തന്നെയാണ് ഞാൻ 2 ക്വസ്റ്റ്യനും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കഷൻ വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഇനി നമ്മളെ സംബന്ധിച്ച് ചോദിക്കാൻ സാധ്യതയുള്ളത് മറ്റൊരു ക്വസ്റ്റ്യനാണ്. ക്രെഡിറ്റ് പർച്ചേസിൻ്റെ കാൽക്കുലേഷനും ക്രെഡിറ്റ് സെയിൽസിൻ്റെ കാൽക്കുലേഷനുമാണ്. രണ്ടിലേതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്കുണ്ടാകും എന്നത് 100% ഉറപ്പുള്ളതുമാണ്. അല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് കാണാൻ പറയും, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് കാണാൻ വേണ്ടി പറയും. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ നടത്താം, അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ നടത്തിയിട്ടുള്ള ഡിസ്കഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. എല്ലാ ആളുകളും വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.
ഇത്രയും സമയം വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.